RSSകാരുടെ ബോംബുകൾക്ക് അതിന് പ്രത്യേകമായ പ്രിവിലേജ് ഉണ്ട്. അതൊരു ശരിയാണ്. കേരളത്തിലെ വയലൻസുകളുടെ ഒരു ഹിസ്റ്ററി അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എത്ര ആള് താനൂർ സ്ഫോടനത്തെ കുറിച്ച് സംസാരിക്കാറുണ്ട്. താനൂർ സ്ഫോടനം എന്ന് പറഞ്ഞൊരു സംഭവം 1992 സെപ്റ്റംബർ 6 താനൂരിൽ ഒരു വീട്ടിലൊരു സ്ഫോടനം ഉണ്ടാകുകയാണ്. ആ സ്ഫോടനത്തിൽ വീട് സമ്പൂർണ്ണമായി തകരുന്നു. ഒരാൾ കൊല്ലപ്പെടുന്നത് വൈകിയാണ് അറിയുന്നത്. അപ്പോൾ ആ കൊല്ലപ്പെട്ട ആൾ ആരാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എഗൻ വൈകിയാണ്. അത് കൊല്ലപ്പെടുന്നത് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള ശ്രീകാന്ത് എന്ന് പറയുന്ന ഒരു RSS പ്രചാരകമായിരുന്നു. അദ്ദേഹം ബോംബുണ്ടാക്കുന്നതിനിടെയാണ് കൊല്ലപ്പെട്ടത്. തിരുവനന്തപുരത്തുള്ള ഇങ്ങേര് മലപ്പുറത്ത് താനൂർ വന്നിട്ട് എന്തിനാ ബോംബുണ്ടാക്കുന്നത്? അതേക്കുറിച്ച് അന്ന് മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്ന ഉമ്മൻകോശി, ഇന്നത്തെ പോലീസ് സൂപ്രണ്ട്, അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത ആഴ്ച അവിടെ ബാലഗോകുലത്തിൻ്റെ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര ശോഭായാത്ര നടക്കുകയാണ്. അതിലേക്ക് എറിയാൻ വേണ്ടി ഉണ്ടാക്കിയ ബോംബായിരുന്നു ഇതെന്ന് അന്നത്തെ ജില്ലാ പോലീസ് മേധാവി പരസ്യമായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വാക്കാണ്, മലപ്പുറം ജില്ലയെ ദൈവം രക്ഷിച്ചുവെന്നാണ്. നമുക്ക് സ്വന്തം കുഞ്ഞുങ്ങൾക്ക് നേരെ ബോംബെറിഞ്ഞ് കലാപം ഉണ്ടാക്കാൻ ഇതേ ആളുകൾ തന്നെ പണിയെടുക്കുകയാണ്.